ആണോ? അത് കുറച്ച് മനസമാധാനം 2-3 ദിവസം കൊണ്ട് കൂടുതലുണ്ട്, അതുകൊണ്ടായിരിക്കും. ഞാൻ എപ്പോഴും എല്ലായിടത്തും ഓടി നടക്കുന്ന ഒരാളാണ്. ഇന്ന് എവിടെയെങ്കിലും കാണാൻ തന്നെ. ഹലോ ചേച്ചി, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. ഹാപ്പി ആയിട്ടിരിക്കുന്നു. മീറ്റിംഗിന് വന്നിരിക്കുകയാണ്. എന്താണ്, എക്സൈറ്റഡ് ആണോ? തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് ആത്മയുടെ ഒരു പ്രോഗ്രാമിലും കൂടെ പങ്കെടുക്കുന്നത്. ഞാൻ മീറ്റിങ്സിന് വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നി എൻ്റെ 3rd or 4th മീറ്റിംഗ് ആണ്, അത്രേ ആയിട്ടുള്ളൂ. അപ്പം ഞങ്ങളൊരു ചെറിയ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ എക്സൈറ്റഡ് ആണ്. ആണ്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. ട്രിവാൻഡ്രത്തായിരുന്നു പ്രാക്ടീസ്. ഇവിടെ വന്നിട്ട് ഇനി എല്ലാവരും കൂടെ ഒന്ന് കൂടി ഒന്നോടെ ചെയ്തിട്ട് വേണം കയറാൻ. നല്ല ഡ്രസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. കുറച്ചുകൂടെ യങ്ങറായി ചേച്ചി. ഷോ. എന്താണ് ഈ ഒരു ആത്മസംഘടനയുടെ മെമ്പർ എന്നുള്ള രീതിയിൽ ചേച്ചിയുടെ ലൈഫിൽ ആത്മയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട്? ഞാനിപ്പം 2 സംഘടനയിലും ഉണ്ടല്ലോ. ഉറപ്പായിട്ടും എല്ലാ സംഘടനകൾക്കും അതിൻ്റെതായ നമ്മൾ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൂടി കിട്ടുന്ന ഒരു കാര്യമാണ്. ആത്മയെ സംബന്ധിച്ച് കൂടുതൽ നമ്മളൊരു കുടുംബത്തെ പോലെ അവർ നമ്മുടെ ഒരു വിഷയത്തിലൊക്കെ സംസാരിക്കാൻ അവരെപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ ഒരു സീരിയൽ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ സീരിയലിൽ നിന്ന് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി ഒത്തിരി ആർട്ടിസ്റ്റുകൾക്ക് അതിൻ്റെ ഹെൽപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ദൈവം സഹായിച്ച് ഇനി സീരിയൽ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ള ഉറപ്പായിട്ട് ആത്മ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ അതുപോലെ ഇൻഷുറൻസിൻ്റെ കാര്യമായാലും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് അവർ ഓരോന്ന് ചെയ്യും. പിന്നെ ഓരോ രീതിയിൽ നമ്മൾ ഫിനാൻഷ്യലി എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അറ്റ്ലീസ്റ്റ് അഡ്വൈസ് എങ്കിലും അവർ നല്ല രീതിയിൽ തരുന്നുണ്ട്. സോ അതാണ്. പിന്നെ ഒരു ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു യൂണിറ്റി, എല്ലാ എന്താ പറയുക ആർട്ടിസ്റ്റിനെ നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റും, ഒരു കുടക്കീഴിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് എൻ്റെ. പിന്നെ ഇതുവരെ ദൈവം സഹായിച്ച് ഇവർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ടച്ച് വിട്ട് നന്നായി പോട്ടെ. നമ്മുടെ ഈ ഒരു മീറ്റിംഗിൽ വരുമ്പോൾ എല്ലാവരും പറയുന്നത്, എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റും. ചേച്ചി മലയാളത്തിലെ ഒരു സീരിയലാണ്. അതിലുള്ള ആർട്ടിസ്റ്റുകളെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാണാൻ, പിന്നീട് അവരെ കാണാം. അതുപോലെ നമ്മൾ TV-യിൽ മാത്രം കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കാണാം. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. ഉറപ്പായിട്ടും. അങ്ങനെ എത്ര പേരെ കണ്ടു? സൗഹൃദം പുതുക്കിയോ? ഞാനിങ്ങനെ ജസ്റ്റ് കയറിയുള്ള അകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഇപ്പം കുറച്ച് പേര് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈവൻ ഞാൻ ഒന്നിച്ച് അഭിനയിക്കാത്തവരും വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ളവരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും വന്ന് എത്തിയോ, കുടുംബം തന്നെ എടുക്കണം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. കാരണം എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ച് പിരിയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത്. ആത്മാ മീറ്റിംഗ് നടക്കാൻ പോവാണ്. അപ്പം നമ്മൾ താഴെ ഹാളിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്കൊപ്പം ചേരാൻ പോകുന്നത് ലക്ഷ്മിപ്രിയ ചേച്ചിയാണ്. ചേച്ചി ചായ കുടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചി ഹലോ. ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു. ചായ കുടിക്കുന്നതിൽ ക്ഷമിക്കണം, ചായ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കുറച്ചു നേരം ശല്യമാവാം. കുഴപ്പമില്ല. എന്താണ്, എക്സൈറ്റഡ് ആണോ? അങ്ങനെ ഞാൻ ആക്ച്വലി ഒരു 10-15-18 വർഷം മറ്റായിട്ട് ഞാൻ ആത്മയുടെ മെമ്പറാണ്, 15 എബോ. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആത്മയുടെ മീറ്റിങ്ങിന് വരുന്നത്. അതുകൊണ്ട് എല്ലാരും കാണാലോ, സന്തോഷല്ലേ? ആണോ? അത് കുറച്ച് മനസമാധാനം 2-3 ദിവസം കൊണ്ട് കൂടുതലുണ്ട്, അതുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതിന്റെ സന്തോഷമാണ്. ഒരുപാട് കാലമായിട്ട് ഈ ഒത്തുചേരലിൽ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുപാട് പേരെ കാണാൻ പറ്റി, കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ പുതിയതായിട്ട് ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ ഞാൻ അങ്ങനെ റെഗുലറായിട്ട് സീരിയൽ ചെയ്യാത്ത ആളാണ്. അപ്പം ഈ നമ്മളിങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മളുടെ പഴയകാല ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മൾ പോകും. തീർച്ചയായിട്ടും നമ്മൾക്ക് ഒന്നും അറിയാത്ത സീരിയലിൽ അഭിനയിച്ചാണ്, സീരിയലിൽ ഡബ് ചെയ്തിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങിയത്. അപ്പം നമുക്ക് സാരി ഉടുക്കാൻ അറിയാത്തൊരു കാലം, സീരിയലിലാണെങ്കിൽ കോസ്റ്റ്യൂമേഴ്സ് ഒന്നും ഉണ്ടാവില്ല, വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്ത് വരണം. മുടി കെട്ടാൻ ആ കാലത്ത് ഹെയർ ഡ്രസ്സേഴ്സ് ഇല്ല. നമ്മുടെ സീനിയർ അമ്മമാരും ആൻറ്റിമാരൊക്കെയാണ് മുടി കെട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ഓരോരുത്തരും ചേർത്ത് നിർത്തിയ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റിനും ഉള്ളത്. കാണുമ്പോ ഒരു സന്തോഷം. അതെ, നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ്. എപ്പോഴും ഈ സംഘബലം എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ. എപ്പോഴും ഒരു യൂണിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താനായിട്ട് പറ്റുക. അപ്പൊ അതൊരു നല്ല കാര്യം തന്നെയാണ്. വിശേഷങ്ങൾ നല്ല വിശേഷം, സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഹൈലൈറ്റ് ആണ്. എന്തൊക്കെയാണ് നല്ല സ്റ്റൈലായിട്ടുണ്ട്. സ്വന്തമായിട്ട് സ്റ്റൈൽ ചെയ്യുന്നതാണോ?
സ്റ്റൈലിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ ഞാൻ പണ്ടേ ഇങ്ങനെ കുറച്ച് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പിന്നെ ആക്സിഡന്റ് സംഭവിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ എടുത്തിടുമ്പോഴും അങ്ങ് മേച്ചാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സന്തോഷം, ഇഷ്ടപ്പെട്ടെങ്കിൽ. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിൽ, ഈ ആത്മാ കുടുംബത്തിൽ ഇത്രയും പേരുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. ഒരു സീരിയലിൽ 10 പേരോ 15 പേരുണ്ടെങ്കിൽ തന്നെ കോമ്പിനേഷൻ സീൻസ് തന്നെ വളരെ കുറച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസരം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ജനറൽ ബോഡി വരുന്ന സമയത്താണ് നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കും, ഒരുമിച്ച് വർക്ക് ചെയ്ത് ഓർക്കും, പുതിയ ഓപ്പർച്യൂണിറ്റി പറ്റി സംസാരിക്കും. അപ്പോൾ അതൊരു ഭയങ്കര നമ്മളെ റീജുവനേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴും എല്ലായിടത്തും ഓടി നടക്കുന്ന ഒരാളാണ്. ഇന്ന് എവിടെയെങ്കിലും കാണാൻ ഉണ്ട്. ആ, നമുക്ക് ഈ ആത്മസംഘടനയുടെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ ചേട്ടൻ ലൈഫിൽ എത്രത്തോളാണ് ഈ ഒരു സംഘടനയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ളത്? ഈ സത്യത്തിൽ പലപ്പോഴും സംഘടനകൾ നമ്മളെ ചേർത്ത് വയ്ക്കുന്ന ഒരു ഇടം കൂടിയാണ്, നമ്മളെ കൂട്ടിച്ചേർക്കുന്ന ഒരു ഇടം കൂടിയാണ്. നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഒരാവശ്യമുണ്ടെങ്കിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന, തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, അത് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു സംഘടന കൂടിയാണ് നമ്മുടെ ആത്മാ. അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്. ഇപ്പം നമുക്കൊരു വീട്ടിലൊരു ആവശ്യം വന്നാൽ, ഒരു ആപത്ത് വന്നാൽ ഒക്കെ നമ്മുടെ സംഘടന നമ്മളെ കൂടെ ഉണ്ട്. അത് നമുക്കൊരു ബലമാണ്. നമ്മളെ കൂടെ നിൽക്കുന്നവർ, നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മളോടൊപ്പം ഉണ്ടെന്ന് അറിയുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസം. അത് ആത്മാർത്ഥമായിട്ട് ആത്മ പുലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മനീഷ് ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേച്ചി ക്ഷീണിച്ച, വേർത്തൊലിക്കുന്നു? അതെ അതെ അതെ, മഴ എന്നൊക്കെ പേരുള്ളോ അല്ലേ, ചൂടിനൊരു കുറവുമില്ല. പക്ഷേ ചൂടായിട്ട് മീറ്റിംഗിന് കയറാൻ, അതെ അതെ അതെ, എന്തൊക്കെയാണ് മീറ്റിംഗിന്റെ എക്സൈറ്റ്മെന്റ്? മീറ്റിങ്ങിന്റെ എക്സൈറ്റ്മെന്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ആദ്യമായിട്ടാണ് ആത്മയിൽ ജോയിൻ ചെയ്യുന്നത്. അതെ അതെ, വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടുകയല്ല. ഞാനായിട്ടൊന്നും കുറച്ച് സംഘടനാപരമായിട്ട് ഉള്ള ഒരു പ്രവർത്തനം തൽക്കാലത്തേക്ക് വേണ്ടെന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ആവശ്യകത, കാരണം കൂട്ടായ്മയുടെ ഒരു ആവശ്യകത, നമുക്ക് ലൈഫ് ഇൻഷുറൻസ്, പെൻഷൻ, മരുന്നിനുള്ള സഹായങ്ങൾ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആത്മയിൽ നല്ല സംഘടനകളുടെ ഉദ്ദേശം അതാണല്ലോ. അപ്പം അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കുറേ കാലം കലാകാരിയായിട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, നല്ല കാര്യങ്ങൾ ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു തോട്ടിൻ്റെ പുറത്ത് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. ഇതെൻ്റെ ആദ്യ മീറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ കാലമായിട്ട് ചേച്ചി ഈ ടെലിവിഷൻ രംഗത്തുള്ള ഒരാളാണ്, ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ്. അപ്പൊ അതിനുള്ള ഒരുപാട് നമുക്ക് ഈ സീരിയലിന്റെ ടൈമിൽ കാണാൻ പറ്റും. പക്ഷേ മീറ്റിംഗിന്റെ സമയത്ത് കാണുന്ന എല്ലാവരും ഇപ്പൊ കാലങ്ങളായിട്ട് എല്ലാവരും കൂടെ സമയങ്ങളില്ലാതെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരുപാട് സൗഹൃദങ്ങൾ പുതുക്കുക. ചേച്ചിക്ക് ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേരെ കാണാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല, ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മലയാളികൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സംഗതിയാണ് കൂട്ടായ്മയുടെ പ്രാധാന്യം. കൊറോണ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഒക്കെ ഈ കൂട്ടായ്മയുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പോലും പലപ്പോഴും നമ്മൾ പിന്നെയും അതിർവരമ്പുകളും മതിലുകളും ചുറ്റിക്കെട്ടി നമ്മൾ വീണ്ടും ജീവിക്കുകയാണ്. ഒരു ആപത്തിലേക്ക് ചെന്ന് വിടുമ്പോൾ വീണ്ടും നമ്മൾ കൂടാൻ ശ്രമിക്കും. അപ്പോൾ അതല്ല വേണ്ടത്. കൂട്ടായ്മകൾ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഒരു സമൂഹം എന്ന് പറയുന്നത്, നമ്മളൊക്കെ സാമൂഹിക ജീവികളാണ്. ഒറ്റയ്ക്കൊന്നും നമുക്ക് എവിടെയും തുഴഞ്ഞെത്താൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള മാന്യതയും നമ്മൾ സമൂഹത്തിന് കൊടുക്കണം. നമ്മൾ ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി നമ്മൾ നന്നായി ജീവിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ, എപ്പോഴാണെങ്കിലും മനുഷ്യൻ ഒരു പോയിന്റ് ഓഫ് ഒരു ടൈമിൽ നമ്മൾ എപ്പോഴും ഒറ്റപ്പെടും. അപ്പോൾ ആ ഒറ്റപ്പെടുത്തലിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് കൈത്താങ്ങായിട്ട് ഉണ്ടാവുക എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ ഈ കൂട്ടായ്മയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഹായ് ചേച്ചി. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എന്താണ്, നല്ല സുന്ദരികളായിട്ടുണ്ട്. അപ്പോൾ എക്സൈറ്റഡ് ആണോ മീറ്റിംഗിന് കയറാൻ വേണ്ടിയിട്ട്? പ്രോഗ്രാംസ് ഓൾവേസ് വൺസ് ഇൻ എ വൈൽ അല്ലേ. സോ എല്ലാവരും കാണുമ്പോൾ ഒരു ഫാമിലി പോലെയാണ് എല്ലാവരും. ഇറ്റ്സ് ലൈക്ക് ബാക്ക് ടു മീറ്റിംഗ്. എല്ലാവരും ആർട്ടിസ്റ്റ് എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ പരസ്പരം ആരെയും കാണാറില്ലല്ലോ. ഇങ്ങനെ ഒരു മീറ്റിംഗ് വരുമ്പോഴേ എല്ലാവരെയും കാണുന്നത്, എന്താണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ അതൊരു എക്സൈറ്റാണ്. ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആ ഒരു സീരിയൽ ലൊക്കേഷനിൽ പരിചയപ്പെടുന്ന അവരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും കാണാം. നമ്മളെ പഴയ ആർട്ടിസ്റ്റ് ആവട്ടെ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആവട്ടെ, എല്ലാവരും ഒരു ഗെറ്റ് ടുഗെദർ പോലെയാണ്. വെരി നൈസ്.
എല്ലാ വർഷവും ഇതിന് വേണ്ടിയിട്ട് ഓടി എത്താറുണ്ട്. യെസ് എല്ലാ വർഷം വരാറുണ്ട്. എത്ര കാലം ഇപ്പൊ ഈ മീറ്റിംഗ്? ഐ തിങ്ക് ഞാനിപ്പോൾ ജോയിൻ ചെയ്ത് 2008 സോ അങ്ങനെ ഗ്യാപ്പിൽ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. ഇനി ഒരു 3 years ആയി. അപ്പൊ യങ്സ്റ്റേഴ്സ് ഇപ്പൊ ഒരുപാട് പേര് പുതിയതായിട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ഡൗട്ടാണ് വരണോ, സംഘടനയിൽ ചേരണോ എന്നല്ല. അപ്പൊ അവരോട് എന്താണ് പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്? പുതിയതായിട്ട് വന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ചേരാതെ ഇരുന്നതിനാൽ ലൈഫിൽ വലിയൊരു മിസ്സാണ്. അത്രേ പറയാനുള്ളൂ. പലരും പറയാറുണ്ട് ആത്മയിൽ ഷെയർ ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല, ഒരു ഉപയോഗമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആത്മ ഗുഡാണ്, ഒരു കുഴപ്പമില്ല. ചേരാത്തവർ മണ്ടത്തരം കാണിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. Atma is beautiful. Seriously, I enjoy this. Or our comfort. Everyone have very good patience. നല്ലൊരു ഭയങ്കര കംഫർട്ടബിൾ, ഒരു ഫാമിലി ഹാപ്പി ആയിട്ട് എല്ലാവരും വരുന്നത്. സോ ഇറ്റ്സ് വെരി നൈസ്. As an ആത്മാ member എന്നുള്ള നിലയിൽ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഈ ഒരു ആത്മ സംഘടന ചെലുത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണം എല്ലാവരും, എല്ലാ വർഷവും ഒരിക്കലും വരണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു ഫാമിലി ഫീലിംഗ് ഉണ്ടാവില്ല. ഇടയ്ക്കൊക്കെ വൺസ് ഇൻ വൈൽ ഇഫ് യു കം യു വിൽ നോട്ട് നോ എൻറ്റയർലി. സോ എക്സ്പീരിയൻസ് ചെയ്യണം, ഫാമിലി ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും നമ്മളെ എൻകറേജ് ചെയ്യണം. സോ ഇറ്റ് ഈസ് വെരി നൈസ്, ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ദിസ്. നമുക്ക് എന്തെങ്കിലും വന്നാൽ നമുക്കൊരു ഫാമിലി ഉണ്ടെന്ന ഒരു കോൺഫിഡൻസ് ബാക്കപ്പ് ഉണ്ടായിരിക്കണം. അത് ആത്മ തരുന്നുണ്ട് ആവശ്യത്തിന് അമിതം. എന്തായാലും പ്രോഗ്രാംസിന് നമ്മൾ രണ്ടാളും ഫാഷൻ ഷോ ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണണം, മറക്കണ്ട. എന്തായാലും അതൊക്കെ അടിപൊളിയാവട്ടെ, മീറ്റിംഗ് അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്.